ഹലോ ഗൈസ്, നമുക്ക് ഇതെന്താ സ്പെഷ്യൽ നോക്കിയാലോ. നല്ലോണം പരത്താൻ കഴിവുള്ളവളാണ് ഇതിന്റെ ഇത്താത്ത. അതുകൊണ്ട് നല്ലോണം മാവ് പരത്തുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മേലേക്ക് നമ്മളൊരു ബ്രെഡ് വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് മയോണൈസ് വെച്ചിട്ട് അതിന്റെ മേലെ ഒരു ബ്രെഡും കൂടി വെച്ചിട്ട് മാവിനെ കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. എന്നാലുള്ള അതിന്റെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുള്ളൂ. വീണ്ടും എന്റെ ഇത്താത്ത ഉണ്ടാക്കിയാണ് മുട്ടക്കുംസി. ഓളിനോട് ഓളെ കഴിവിനോട് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. ആ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഞാൻ പറയാണ്, ഓളെ മുട്ടക്കുംസിയാണ് മുട്ടക്കുംസി. ഓളെ വീട്ടിന്റെ അടുക്കേ നല്ല റൂറൽ ലൈഫാണ്. നമുക്ക് പൈനാപ്പിൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പറിക്കാൻ പറ്റും. പിന്നെ അവിടെ ബദം ഉണ്ട്. ബദം നിങ്ങൾക്ക് സ്റ്റാർ ഫ്രൂട്ട് വേണോ? അതും ഉണ്ട്. പോയിട്ട് കർപ്പൂര വരെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഈ 3-4 സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മളെ കണ്ണൂരിന്റെ കണ്ണിലുണ്ണിയായ കായടി ഉണ്ട്. അടുത്തായിട്ട് ഐഷാന്റെ എൻട്രി ആണ്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുന്ന ഒരു പണിയാണ് വെള്ളം കളിക്കുക എന്നുള്ളത്. പാഷൻ ഫ്രൂട്ടിന്റെ സ്കാഷിലേക്ക് കുറച്ച് പൊതിന് ഇട്ട് കൊടുക്കുക. എന്തിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മോ കൈമ കിട്ടേക്ക് ഞാനങ്ങ് കിട്ടും. എന്നിട്ട് അതിൽ കുറച്ച് കസ്കസും ഒരു പച്ചമുളകും കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാല് മൊഹീത്തോ ആണോ ചോദിച്ചാൽ മൊഹീത്തോ ആണ്, മൊഹീത്തോ എല്ലാം ചോദിച്ചാൽ മൊഹീത്തോ അല്ല. അങ്ങനെ ഒരു സാധനം റെഡിയാവും. പിന്നെ ഐഷ് ഉണ്ടാക്കിയാണ് പൈനാപ്പിൾ കച്ച്. പൈനാപ്പിളിൽ ഉപ്പും പഞ്ചസാരയും മുളകും മുളകൊടി കുറച്ച് വിനാഗിരി ഒഴിച്ചാലുണ്ടല്ലോ ഒരു എലാസ്റ്റിക് സാധനം കിട്ടും. അടുത്താണ് ഹിയാർ ജ്യൂസ്. കട്ട് ചെയ്ത ഹിയാർ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പൊതീന ഇടണം. പൊതീനിന്റെ ഒരു വീക്ക്നെസ് ആട്ടോ. എന്നിട്ട് അതിലേക്ക് തൊല്ലിയടഞ്ഞ ഒരു ലെമണും വേണമെങ്കിൽ ഒരു പച്ചമുളകും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂട്ടി അടിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാ. അപ്പം തന്നെ മൗലാർ ബാങ്ക് കൊടുത്തിക്കണ്. നമ്മളെല്ലാം റായത്തായിട്ട് നോമ്പർ നിൽക്കണ്. അപ്പൊ ശരി, ബൈ.